ഫംഗ്ഷൻ എന്തോ പോയ സമയത്താന്ന് തോന്നുന്നു അമ്മച്ചിയുടെ വയറ്റിൽ കിടന്ന് ഇവൻ ഇങ്ങനെ അനങ്ങണ്ടായിരുന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നേക്കണത് അങ്ങനെയാ, അമ്മയുടെ വയറ്റിൽ തോമാക്കുട്ടിയാന്ന്. അപ്പൊ അതുപോലെ തന്നെ ഉണ്ടായതും ഒരാൺകുട്ടിയായിരുന്നു. അവന് തോമ എന്ന് പേരും ഇട്ടു. ഇപ്പൊ അവൻ വളർന്ന് വലിയൊരു ചെറുക്കനായി. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു മോനാണ്. എൻ്റെ തങ്കക്കൂടാണ്. ഞാൻ ഇപ്പോഴും തക്കടൂന്ന് വിളിക്കണം, സ്നേഹം കൂടുമ്പോ. അതുപോലെ കേട്ടാ അമ്മൂനോട് എനിക്ക് അത് എൻ്റെ മോൻ ഒരിഷ്ടം പറഞ്ഞപ്പോ എനിക്ക് എതിരൊക്കെ ഒട്ടും പറ്റില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കരച്ചില്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ? എനിക്കൊരു കുട്ടീനെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം അവക്കടെ പേരൻസ് സമ്മതിക്കണില്ല എന്ന് പറയണം. അവളെ അല്ലാതെ എനിക്ക് വേറെ ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അമ്മച്ചിക്ക് അപ്പ എങ്ങനെയാണോ അപ്പയ്ക്ക് അമ്മച്ചി എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും എനിക്ക് അവളെ കിട്ടിയ. അപ്പം ആരാന്ന് വെച്ചപ്പോൾ ഇവരെ പറയണ ഇരട്ടകളെന്ന് പറയണേ, അതിലൊരാളാന്ന് പറഞ്ഞു. പലർക്കും അറിയില്ലായിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന്. ഒരു 3 പേരുമാണ് എപ്പോഴും ഒരുമിച്ച് നടക്കുന്നത്. സോ പലർക്കും കൺഫ്യൂഷനാണ്, റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ ഇതിൽ 2-ൽ ആരോടാണെന്നുള്ളത്. അമ്മൂന് ഞാൻ കുറെ ക്ലാസ് കൊടുക്കുക, ഇത് ഇന്റർകാസ്റ്റ് ആണ്, പല പ്രശ്നങ്ങളുണ്ടാവും, ഞങ്ങൾക്ക് ഞങ്ങളുടെ റിസ്ക് അറിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ റിലേഷനിലാണെന്നും പറഞ്ഞ് കൈപൊക്കി പിടിച്ചാൽ എന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടിയോ അന്നാണ് ഞങ്ങൾ ഒഫീഷ്യലി അത് എൻഗേജ്മെന്റ് തൊട്ട് മുന്നെയാണ് ഇത് നടക്കുമെന്ന് തോന്നിയത്. എൻഗേജ്മെന്റ് എടുത്ത് അപ്പൊ ഞങ്ങള് പലരുടെ അടുത്തും പറഞ്ഞു തുടങ്ങി. തേർഡ് മന്ത് ബ്രേക്കപ്പ് ആയി. വീട്ടിലെ ഒരു പ്രഷർ കൊണ്ടിട്ട് പിന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് പോയി. പിന്നീട് NSSന്റെ എന്തോ ഒരു ക്യാമ്പിന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നാണെന്ന് തോന്നുന്നു ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് സ്ട്രോങ് ആയി നിന്നത്. എന്നാലും എനിക്ക് എൻ്റെ അപ്പയമ്മ എനിക്കില്ലാണ്ട് എനിക്ക് പറ്റില്ല, അവരില്ലാണ്ട് എനിക്ക് ഒട്ടും പറ്റൂല. അതുകൊണ്ട് തന്നെ അവർ സമ്മതിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം എന്ന് ഐ മൈസെൽഫ് അങ്ങനെ ബിലീവ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ ഫാമിലിനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഏതൊരു പോയിന്റിൽ അവർ സമ്മതിക്കും അന്ന് കിട്ടുള്ളൂ. ഏഴ് കൊല്ലം പ്രണയിച്ചതില് എനിക്കങ്ങനെ കല്യാണത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ വഴക്കിട്ടേക്കുന്ന ഒരു കപ്പിൾസ് ഞങ്ങളായിരുന്നു. ഏതൊരു നിമിഷം എടുത്താലും വഴക്കുകളില്ലാത്ത ആഴ്ചകൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. Did they tell you just how long a time it took for me to get to you? And when the world said it's impossible, said it's improbable, the chances of me finding you, nobody knows how we go. Oh, and we're alone, it's like we're home. My bones are safe and my heart and rest. പലപ്പോഴും ഞങ്ങൾ മുത്തൂറ്റെന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ വന്നാണ് അപ്പോൾ തോമയ്ക്കിന് റിലേഷൻഷിപ്പ് ഉണ്ടെന്നും തോമ പറയുമായിരുന്നു, എടാ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ തോമയുടെ ഒരു പൊട്ടൻഷ്യൽ ഭയങ്കരമായിരുന്നു, ഈ കാര്യം എങ്ങനെയെങ്കിലും പുള്ളിക്കൊന്ന് സക്സസ്ഫുൾ ആക്കി എടുക്കണം. അങ്ങനെ തോമ അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു, പ്രേമിച്ച് തന്നെ കല്യാണം കഴിച്ചു.
ഫ്രണ്ട്സ് അത് ഞാനത് ചിന്തിക്കും. എനിക്കറിയില്ല ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പപ്പ് ചെയ്ത് പോകുന്നത്. ഇറ്റ്സ് റിയലി റെയർ. എല്ലാത്തിനും മുന്നിൽ നിൽക്കുക. എനിക്കറിയില്ല, അവരുടെ ഒരു കല്യാണം പോലെ തന്നെ അവർ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ബ്രൈഡിനും ഗ്രൂമിനും ഒരു വീട്ടില് മധുരം വെച്ചേക്കുന്ന ചടങ്ങ് ഇന്ന് വരെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. മധുരത്തിന് ചെക്കനെ പെണ്ണ് ഒരുക്കണ ആദ്യമായിട്ടായിരിക്കും. ഭയങ്കര രസമായിരുന്നു മധുരം. എനിക്കിപ്പോ ഈ 2 വെഡിങ്ങിനേക്കാളും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈവൻ മൈ ഫാമിലി, അപ്പ ഡാൻസ് കളിക്കുന്നു, അക്കച്ചി, അണ്ണൻ ട്രിപ്പ് ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കണം. ഇങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പക്ഷെ ഞാൻ അവിടെ കിടന്ന് തുള്ളിയതൊന്നും എനിക്കിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഐ വാസ് ദാറ്റ് ഹാപ്പി. അവള് ഇവിടെ വന്നതിൽ ഏറ്റവും ഹാപ്പി ഞങ്ങളാണ്. ഞങ്ങളുടെ മകളായിട്ട് അതിനപ്പുറമായിട്ട് ഇവിടെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കും. ഞാൻ അമ്മനെ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അവൾ നമ്മുടെ ഫാമിലി മെമ്പറാണ്. തോമ എന്താണോ അതിൻ്റെ ഒരു കോപ്പിയാണ് പുള്ളിക്കാരി. എനിക്കറിയില്ല, ഒരു പെണ്ണും ചെറുക്കനും കണ്ടുമുട്ടാണ്ട് 7 കൊല്ലം എങ്ങനെ പ്രണയം കൊണ്ടുപോയി. എനിക്ക് ഓർമ്മയുണ്ട്, ക്ലാസ്സിൽ അവൾ അങ്ങ് മൂലയ്ക്ക് ആദ്യമേ പ്രണയിച്ച കാലത്ത് അങ്ങ് മൂലയ്ക്ക് ഇരിക്കും, ഞാൻ ഇങ്ങ് മൂലയ്ക്ക് ഇരിക്കും. അതിങ്ങനെ മുഖത്തോട് മുഖം നോക്കി കുറച്ച് നേരം ഇരിക്കും. ഇതൊക്കെയാണ് 5 മിനിറ്റ് ഞങ്ങൾക്ക് കിട്ടണത്. അല്ലാണ്ട് വേറെ ഒന്നും. എപ്പോഴും ഇന്റർവെല്ലായ കൂടെ ഉണ്ടാവും, അല്ലെ എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും. ആരെ അറിയിക്കാനും പാടില്ല. അങ്ങനെ കുറെ പ്രത്യേക സാഹചര്യങ്ങളിലേക്കൂടെ എത്തി ഫൈറ്റ് ചെയ്ത് വന്നതാണ്. ഇവർ രണ്ടുപേരും ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും അവർ ഭയങ്കരമായിട്ട് പക്കയായിട്ട് സിങ്ക് ചെയ്ത കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് ലോങ് ഡിസ്റ്റൻസൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നൊരു സമയത്ത് ഇവർ ഭയങ്കര ഒരു പക്ക സിങ്കാണ് രണ്ടുപേരും. ഞങ്ങൾ പ്രണയകാലം എന്ന് പറഞ്ഞാൽ ഒളിച്ചും പാത്തും കണ്ടെത്തിയ നിമിഷങ്ങളാണ്. ഒരു കണ്ണ് നമ്മുടെ മേളിൽ എപ്പോഴും ഉണ്ട്. ആ കണ്ണിനെ വെട്ടിച്ചുള്ള നിമിഷങ്ങളാണ് ഏറ്റവും മധുരമായ നിമിഷം.